ഗൈസ്, അപ്പൊ ഇന്ന് നമ്മള് പുറത്തിറങ്ങാണ്. നാട്ടില് വന്നിട്ട് ആദ്യമായിട്ട് നമ്മളിങ്ങനെ പുറത്തിറങ്ങുന്നത്. കൂടെ ഏച്ചി ഉണ്ട്. ഏച്ചി ഒരു ഹായ് മിത്തോക്കെല്ലാം പൊട്ടി തുടങ്ങി. മിത്താടിനും കൂടെ ഉണ്ട്. നമ്മളിനി അടുത്ത ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ആള് നേരത്തെ റെഡിയായി ആയില്ലേ എന്നൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി മാനസേച്ചിനെ പോയി എടുക്കാം. മിത്തോട്ട് നമ്മളെവിടെ പോന്നെ? ഇന്ന് ഫുള്ള് മിത്തോട്ടനാണ് ചെലകൊക്കെ നിർവഹിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എവിടെയും പോകാം. ഇതേ എന്റെ ദേവൂട്ടനും മാനസേച്ചി എത്തിയേക്കുന്നു. മാനസേച്ചി ഒരു ഹായ് പറ. ഹായ്. ഞാൻ ഇന്നലെ മൂവി കണ്ടപ്പോ അതില് ധ്യാൻ ശ്രീനിവാസൻ പരിപ്പാട് കഴിക്കണ്ടായിരുന്നു. അപ്പം മുതൽ എനിക്ക് പരിപ്പാട് കഴിക്കാൻ തോന്നാ. രാവിലെ ഒക്കെ നോക്കി എവിടെയും ഒരു പരിപ്പാട് കിട്ടിയില്ല. എനിക്ക് ഇപ്പൊ പരിപ്പാട് കിട്ടിയേ ശരിയാവൂ. അശ്വതി ശീലായതല്ല, ഇപ്പൊ ശീലായത് എന്റെ ഒപ്പം നടക്കുന്ന ഫ്രണ്ട്സാണ്. ആടി ഒന്നുമില്ല, ഒന്നും കാലിയായി. ദേവൂട്ട ഇങ്ങനെ വണ്ടി ഓടിക്കുക. ആ കണ്ട കുഞ്ഞ് വണ്ടി ഓടിക്കുന്നുണ്ടാ. ഇങ്ങനെ വണ്ടി ഓടിക്കുക. നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഏച്ചി ആദ്യമായിട്ടാ പെറ്റ് സ്റ്റേഷനിലേക്ക് പോവാൻ പോന്നെ. ഞാൻ പോയിട്ടുണ്ട്. ഡൽഹി മുന്നിൽ തന്നെ കടല. നേരെ മുന്നിൽ പെറ്റ് സ്റ്റേഷൻ. എന്ത് രസമായിരുന്നു അറിയോ ഓരോന്നിങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. പെറ്റ് സ്റ്റേഷനിൽ പോയവരൊക്കെ അറിയായിരിക്കും. നമുക്ക് ഓരോന്നും കാണുമ്പോൾ വാട്ട് നെക്സ്റ്റ് എന്നുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. ഇതുവരെ നമ്മൾ കാണാത്ത എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അതിനുള്ളിലുണ്ടായിരുന്നു. ഞാനൊരു പെറ്റ് ലവറല്ല, ഇവൻറ്റോ ഞാൻ നന്നായി എൻജോയ് ചെയ്തിരുന്നു. ഓരോ ബേർഡ്സിനും ആനിമൽസിനും ഒക്കെ അവരുണ്ടാക്കി കൊടുത്തിരിക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, അത് ശരിക്കും അടിപൊളിയായിരുന്നു. പിന്നെ പെറ്റ് സ്റ്റേഷനിൽ തന്നെ മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് നമ്മൾ 150 രൂപേൻ്റെ ഓരോ ടിക്കറ്റ്സിന് നമുക്ക് ഏതെങ്കിലും ആനിമൽസിന് കയ്യിലെടുത്തിട്ട് ഫോട്ടോ എടുക്കാം. ആ ഒരു ഇതായിരുന്നു, അത് നല്ല രസമായിരുന്നു. ഗൈസ്, ഏച്ചി പക്ഷീനെ എടുക്കാൻ പോവാണ്. ആ ചെറുത് മതിയാ. അപ്പൊ രണ്ട് വീഡിയോ എടുക്കാനാ.
കുറച്ചും കൂടെ അടുത്ത് നോക്ക്. അല്ല അങ്ങനെ കൈവക്ക് കൈവക്ക് പേടിയാവണ്ട. അന്ന് അപ്പുറം വെച്ചോ, വേഗം വെക്ക് വെക്ക് വെച്ചോ, ഇടല്ല ചാടല്ല ചാടല്ല. അപ്പൊ നല്ലൊരു സന്തോഷൊക്കെ അല്ലേ? എന്താ മാനസേച്ചിക്ക് പറയാനുള്ളത്? അടിപൊളിയായി. മാനസന്റെ സെലക്ഷൻ ആയിരുന്നു വെരി ഗുഡ്. പുറത്തായി പൈസ ഉണ്ടായി പുറത്തായി. നമ്മളതിനെ കണ്ടു കഴിഞ്ഞില്ല, പകുതി കണ്ടത്രേ. ഗൈസ് നമ്മളിവിടെ നിന്ന് ഇറങ്ങി. നമ്മള് പെറ്റ് സ്റ്റേഷനിൽ വിട്ടു, ഇനി നേരെ ചാർജ് ചെയ്യാൻ ഫുഡ് കഴിക്കാൻ. അപ്പൊ എന്താ, നേരത്തെ ഞാൻ ഒരു പരിപ്പടൊക്കെ പറയുന്നുണ്ട്, വൈകുന്നേരത്തുള്ളെങ്കിൽ എനിക്ക് പരിപ്പടൊക്കെ ഇട്ടിരിക്കണം. നമുക്ക് പോയി ഫുഡ് കഴിക്കാം. ദേവൂട്ടാ ഇഷ്ടായോ? ഇഷ്ടായി, അടിപൊളി അതന്നെ ഭയങ്കര രസമായിരുന്നു. ഞാൻ ആ പക്ഷീനെ എടുത്തു ഗൈസ്, ആദ്യമായിട്ട് പക്ഷീനെ എടുത്തു. ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരു ഉണ്ട്. മിത്തോട്ടം ബിസിയാണ്, ഫോണിൽ കുത്തു നോക്ക് ഗൈസ്. അങ്ങനെ നമ്മളെ ഫുഡ് എത്തി. എൻ്റെ ബിരിയാണി റൈസ്, പിന്നെ ഇവരെല്ലാവരും ഫ്രൈഡ് റൈസുമാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ വേണ്ടാത്തതുകൊണ്ട് എല്ലാവരും എന്താ ഇങ്ങനെ ചിക്കൻ വേണ്ടാത്തതുകൊണ്ട് ചില്ലി ചിക്കൻ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ തനി നിറം പുറത്ത്, ലിപ്സ്റ്റിക്ക് പോയി. എന്ത് 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 ഡാർക്കായി ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് വന്നതാ. സാരല്ല ഗൈസ്. നമ്മളങ്ങനെ തിരിച്ചു പോവാണ്. ഫുഡൊക്കെ കഴിച്ചു, ഇനി വീട്ടിൽ പോകണം. ഇനി എന്തായിരിക്കും എന്ന് അറിയത്തില്ല. എനിക്ക് പൈപ്പാട വേണമെന്ന് പറഞ്ഞിട്ട് എന്താ പൈപ്പാട വാങ്ങാൻ പോയിട്ടുണ്ട്. അപ്പുറത്തെല്ലാം മാട്ടൂർ പോയോ? ഇനി അടുത്ത നമ്മൾ വെള്ളിക്കൽ പാർക്കിലേക്ക് പോവാണ്. അല്ല മനസ്സിച്ച് നോക്ക്, ഓളാണെങ്കിൽ നേരത്തെ എടുത്ത ഒരു വീഡിയോ ഒരു 1000 പ്രാവശ്യം കണ്ടിട്ട് അത് സ്റ്റോറി ഇടുന്ന തിരക്കിലാണ്. ആ വീഡിയോ ഞാനിവിടെ കാണിച്ചു തരാം. ഓളെ കളി ഞാനിവിടെ കാണിച്ചു തരാം. ഒന്നും ചെയ്യില്ല, ചെയ്യ നീ ചിരിക്ക്, നീ ചിരിക്ക്. ആ കുറച്ചും കൂടെ അടുത്തൊക്കെ ഇതാണ് വെള്ളിക്കൽ പാർക്ക്. ഗൈസ് ഇനി നമ്മൾ ഇങ്ങനെ വർത്താനം പറയാ. അതാണ് ഇങ്ങനെ ഇരിക്കാ. ഞാനിതാ പറഞ്ഞു തിരിച്ച് നമ്മൾ അല്ല ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോവാം. ഞാൻ ഒരു കാര്യം റിയലൈസ് ചെയ്ത് എന്റെ മുടി വെട്ടാനായിട്ടുണ്ട്. മുടിയൊക്കെ വെട്ടണം, പോകുന്നതിന് മുമ്പ് വെട്ടണം. ഏച്ചി കളർ ചെയ്ത് തരുമല്ലേ? മുടി ഒന്ന് കളർ ചെയ്യണം. കുറേ നാളായിട്ട് ആഗ്രഹമാണ് കഴിച്ചു. ഹോൾ ഡേ നല്ല രസമുണ്ടായിരുന്നു കഴിച്ചു.
നാളെന്റെ ലോകം അതിലെ സഞ്ചാരമാ. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ഇതോടെ എൻ്റെ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ഗൈസ്.